ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ജർമ്മനിയിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ജർമ്മനിയിൽ എവിടെ പോയാലും കാണാൻ പറ്റുന്ന ഒരു കോഫി ഷോപ്പാണ് ബാക്ക് ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ബാക്ക് ഫാക്ടറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ചായക്കടയിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സൊക്കെ കിട്ടുമല്ലേ. പക്ഷേ ഇവിടെയൊക്കെ അങ്ങനെയല്ല. ഇവിടെയൊക്കെ നമുക്ക് ബ്രെഡിൻ്റെ പല വെറൈറ്റികളാണ് കാണാൻ സാധിക്കുക, അതുപോലെ തന്നെ സാൻഡ്വിച്ചിൻ്റെയും. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി വെറൈറ്റി ഐറ്റംസ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ബാക്ക് ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ ഓരോ വട്ടം പുറത്ത് പോകുമ്പോൾ ഒരു വട്ടം കണ്ടുപിടിച്ചൊരു ബേക്കറിയാണിത്, ബാക്ക് ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ മറ്റുള്ള ബേക്കറിനെക്കാട്ടൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടി സാധനങ്ങൾ കൂടുതലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ ഒരു ബാക്ക് ഫാക്ടറി എന്ന് പറയുന്ന ഈ ഷോപ്പ്. ഏകദേശം മറ്റേ ബേക്കറിയുടെ ഒക്കെ അത്ര തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ തന്നെ പ്രൈസൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇവിടെ സെൽഫ് സർവീസാണ്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഫസ്റ്റൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് നമ്മളിതുപോലെ ബേക്കറിയിലൊക്കെ പോകുമ്പോൾ, ഇവിടെയല്ല വേറെ ഒരു ബേക്കറിയിലൊക്കെ പോകുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഇതാണോ അതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാമല്ലോ, എത്ര സമയം വേണമെങ്കിലും അവിടെ നിന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് സാധനങ്ങൾ എടുക്കാം. അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കണം എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാം. ഇതെല്ലാം നമുക്ക് ടേക്ക് അവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി അവിടെ കവറുകളൊക്കെ ഉണ്ടായിരിക്കും, അതിൽ നമുക്ക് ആക്കിയിട്ട് എടുത്തിട്ട് പോകാവുന്നതുള്ളൂ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ലാസ്റ്റ് ബില്ല് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇവിടെ ചോക്ലേറ്റ് മഫിൻസ്, അതുപോലെ തന്നെ ബ്രെഡിൻ്റെ പല വെറൈറ്റി. പിന്നെ മെയിനായിട്ട് ഇവിടെ വെജും നോൺ വെജും ഉണ്ട്. അപ്പോൾ നമുക്ക് നോൺ വെജൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവും കേട്ടോ. फोटोज हमारे मैडम योर ऑर्डर थैंक यू। ഇപ്പോൾ ചേട്ടനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഫിഷിൻ്റെ സാൻഡ്വിച്ച് എടുക്കാറ്. പിന്നെ ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ട്, സ്പിനാച്ച് ബ്രെഡ് എന്ന് പറയും. നമ്മുടെ ചീര അതിനുള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ്, ഒരു പപ്സിൻ്റെ ഒരു പോലത്തെ ഒരു ഐറ്റമാണിത്. അതാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. കുട്ടൂസ് എപ്പോഴും പിന്നെ മഫിൻ അങ്ങനത്തെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ഇതിലേക്കാണ് പോകാറുള്ളൂ. അതുപോലെ കോഫിയും പല സൈസിൽ, സ്മോൾ, മീഡിയം, ലാർജ് അങ്ങനെ പല ടൈപ്പിലുള്ള കോഫി ഉണ്ട് കേട്ടോ. പിന്നെ കോഫിയും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കുടിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കാം. അതുപോലെ ടേക്ക് അവേ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പേപ്പർ കപ്പൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടുത്തെ കോഫി ഭയങ്കര അടിപൊളിയാണ്, ക്യാpuccino ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങളിപ്പോഴും അതാണ് എടുക്കാറ്. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക് ഫാക്ടറി എന്ന് പറയുന്നത് മിസ്സാക്കരുത് കേട്ടോ. ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് കഴിച്ച് നോക്കിക്കോളോ, അഫോർഡബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടൻ തന്നെ കാണാം കേട്ടോ. ബൈ.